സോ നമ്മളിപ്പോൾ IDORൻ്റെ പോർച്ചുഗൽ ലാബ് നോക്കാൻ പോകും. അപ്പോൾ ജസ്റ്റ് IDOR എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയി കാണാം. ലൈക്ക് പോർച്ചുഗൽ IDOR അടിച്ചു കൊടുക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ബേസിക്കായിട്ട് പറയുന്ന IDOR എന്ന് വെച്ചാൽ ഒരു വൾനറബിലിറ്റിയാണ്, ഒരു ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റിയാണ്. സോ അതിന് സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫയൽസ്, ഡാറ്റാബേസിൻ്റെ കീസ്, URLs ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഒരു യൂസറിൻ്റെയോ അല്ലെങ്കിൽ അഡ്മിൻ്റെയോ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ആക്സസ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വൾനറബിലിറ്റിനാണ് IDOR വൾനറബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇത് OWASP വൺ ഓഫ് ദി ലൈക്ക് 2007 ടോപ്പ് 10 ഉണ്ടായ ഒരു വൾനറബിലിറ്റിയാണ്. സോ ഇതാണ് ബേസിക്കായിട്ട് IDOR പറയാം. അപ്പോൾ ഇതിൽ ഫുൾ നോക്കിയാൽ അതിൻ്റെ എക്സാമ്പിൾസ്, വൾനറബിലിറ്റീസ്, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന IDORൻ്റെ ഒരു ലാബ് ചെയ്ത് നോക്കുക. സോ അതിൻ്റെ ലാബ് കൊടുത്തു. നമ്മൾ ലാബ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതിന് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഈ കാർലോസിൻ്റെ നമുക്ക് കാർലോസിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാ വെച്ചാൽ ഇവർ പറയേണ്ടത് വെച്ചാൽ, നമുക്കൊരു ചാറ്റ് ലോഗ് ഉണ്ടാവും. ഡയറക്റ്റ്ലി അവിടെ പോയിട്ട് ചാറ്റ് ട്രാൻസ്ക്രിപ്റ്റ് ഫയൽസ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ മൂപ്പരെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ലോഗിൻ ചെയ്യണമെന്നാണ് പറയണത്. സോ സൊല്യൂഷൻ എന്താ പറയുന്നത് വെച്ചാൽ ലൈവ് ചാറ്റ് പോവുക, മെസ്സേജ് കൊടുക്കുക, ട്രാൻസ്ക്രിപ്റ്റ് പോവുക, ദെൻ URL പോയിട്ട് നെയിം ചേഞ്ച് ചെയ്യുക. നെയിം ഏതിലേക്ക് ആക്കണ്ടേ? 1.txt ഫയലിലേക്ക് ആക്കണം. ദെൻ വി ക്യാൻ സ്റ്റോർ ദ ക്രെഡൻഷ്യൽസ്. സോ ലെറ്റ്സ് ഡു. സോ അതിന് വേണ്ടി ആക്സസ് ദ ലാബ് കൊടുക്കുക. അപ്പം നമ്മൾ ഓപ്പൺ ആവും. അപ്പം ഇവിടെയാണ് നമുക്ക് ശരിക്കും ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഉണ്ട്. മൈ അക്കൗണ്ട് പോയിട്ട് ആ കാർലോസിൻ്റെ പേരും അവിടുന്ന് കിട്ടുന്ന പാസ്വേഡ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. സോ അതിന് മുമ്പ് നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ പോയിട്ട് ലൈവ് ചാറ്റ് ചെയ്യാം. സോ ഏതെങ്കിലും മെസ്സേജ് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് സെൻഡ് ആക്കാം. സെൻഡ് ആക്കി കഴിയുമ്പോൾ ടൈപ്പിങ് കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഇത്ര മതി. അപ്പോൾ നമുക്ക് മെസ്സേജ് ടെസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ എന്താക്കാൻ, ഈ മെസ്സേജ് സെൻഡ് ചെയ്ത ശേഷം നമുക്ക് വ്യൂ ട്രാൻസ്ക്രിപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു URL ഓപ്പൺ ആയി ജസ്റ്റ് ഒരു സംഭവം കാണിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, നമുക്ക് ഡൗൺലോഡ് ചെയ്തത് ഒന്നും കൂടി ചെയ്യാം. നമുക്കിത് ഇൻസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ URL കിട്ടും. അപ്പോൾ അത് ഈസിയാവും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വ്യൂ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഫയൽ നെയിം. നമ്മളെ ഫയൽ കിട്ടി. ഇതിൽ നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് എഡിറ്റ് ആൻഡ് റീസെൻഡ് കൊടുക്കുക. ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ എഡിറ്റ് ആക്കുക. URL ഇവിടെ നമ്മൾ URL കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 3 എന്നുള്ളത് മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലിങ്ക് ഇവിടെ വന്ന്. സോ ഇതെന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്. സോ അത് ഓപ്പൺ ആക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് ആവും. ഫയൽ ഡൗൺലോഡായി ഓപ്പണായി. നമുക്കിവിടെ പാസ്വേഡ്, ഓക്കെ, ഇതാണ് നമ്മളെ ആ ഒരു ആളുടെ പാസ്വേഡ്. സോ ഇത് കോപ്പി ചെയ്യാം. നേരെ നമ്മൾ പോർച്ചുഗലിലേക്ക് വരിക. അവിടെ പേര് എന്തായിരുന്നു പറഞ്ഞത്? കാർലോസ്. ഓക്കെ, യൂസ് ആക്കാം. ഞാൻ ലോഗിൻ കൊടുക്കാം. ദെൻ യെസ്,
അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ച് സോൾവ് ചെയ്തു. ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരു മെസ്സേജിൻ്റെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവിടെ പോയിട്ട് URL ചേഞ്ച് ചെയ്തിട്ട് അവരുടെ URLിലേക്ക് നമുക്ക് 3 വന്നത്, ആ URL ചേഞ്ച് ചെയ്ത് അവരുടെ URLിലേക്ക് പോയിട്ടാണ് എന്താ 1 എന്ന URLിലേക്ക് പോയിട്ട് വേറെ ആളുടെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ആക്സസ് ചെയ്ത് നമുക്ക് എന്താ അവരുടെ അക്കൗണ്ട് കിട്ടി. സോ ഇതാണ് നമ്മൾ IDOR വഴി നമ്മൾ ചെയ്തത്. ഓക്കെ, ബൈ.